മൂന്നാമത്തെ ഭാഗം നമുക്ക് എളുപ്പത്തിൽ പൂരിപ്പിച്ചെടുക്കാം. ആദ്യ ഭാഗം പൂരിപ്പിച്ചതിന് ശേഷം താഴെ വലതുഭാഗത്തായി കാണുന്ന ഭാഗമാണ് മൂന്നാമത്തെ ഭാഗം. 2002 വോട്ടർ പട്ടികയിൽ ഇല്ലാത്തവരും 40 വയസ്സിന് താഴെയുള്ളവരും പൂരിപ്പിക്കേണ്ട ഭാഗമാണ് ഇത്. ആദ്യ ഭാഗം എല്ലാവരും പൂരിപ്പിക്കണം. അതിനുശേഷം മൂന്നാമത്തെ ഭാഗം കൃത്യമായി പൂരിപ്പിക്കണം. കാരണം നമ്മളൊരു ജെന്യൂനായ വോട്ടറാണെന്ന് നമുക്ക് തെളിയിക്കണം. അതുകൊണ്ട് തന്നെ ആദ്യ കോളത്തിൽ നമ്മളുടെ രക്തബന്ധത്തിലുള്ള അച്ഛനോ അമ്മയോ അവരുടെ അച്ഛനോ അമ്മയോ ആരുടെയെങ്കിലും പേരെഴുതാം. ഇനി എപ്പിക് നമ്പറാണ്, അത് ലഭ്യമെങ്കിൽ അവരുടെ എപ്പിക് നമ്പർ ലഭ്യമെങ്കിൽ എഴുതാം 2002. ഇനി ബന്ധുവിൻ്റെ പേര്, ആരുടെ ബന്ധുവിൻ്റെ പേര് എഴുതും? പേരിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ആരെ എഴുതിയോ, അതായത് അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ ബന്ധുവിനെ എഴുതുക. അതായത് അവിടെയും ബന്ധുവായി അച്ഛൻ്റെ രക്തബന്ധമുള്ള ബന്ധുവിനെ തന്നെ എഴുതണം. എന്നിട്ട് അവർ തമ്മിലുള്ള ബന്ധം ഈ കോളത്തിൽ എഴുതാം. ഇനി 2002 ജില്ല എഴുതാം, 2002 നിങ്ങളുടെ സംസ്ഥാനം എഴുതാം, 2002 നിയമസഭാ മണ്ഡലം എഴുതാം. 2002 വോട്ടർ ലിസ്റ്റ് നോക്കി പരിശോധിച്ചതിന് ശേഷം മാത്രം മണ്ഡലത്തിൻ്റെ നമ്പർ, ഭാഗം നമ്പർ, ക്രമ നമ്പർ എന്നിവയും എഴുതാം.